ഫ്രീലാൻസിങ് ആസ് എ കരിയറായിട്ട് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ടെൻഷനാണ് അത്യാവശ്യം റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആസ് എ ഫ്രീലാൻസർ എന്റെ എക്സ്പീരിയൻസും എന്റെ റവന്യൂ ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കരിയർ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് മന്ത്ലി ഇൻകം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ വർക്ക് ചെയ്തതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പേയ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് മന്ത് ജൂണിൽ ഞാൻ ജനറേറ്റ് ചെയ്ത റവന്യൂ ആണ് ഈ കാണുന്നത്. ലാസ്റ്റ് മന്ത് എനിക്ക് അത്യാവശ്യം പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം തന്നെ ഞാൻ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഷെഡ്യൂൾ ചെയ്തത്. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രം കണ്ടിട്ട് നിങ്ങൾ ഫ്രീലാൻസിങ് ചൂസ് ചെയ്യുന്നത്. കാരണം കറന്റ് മന്ത്, അതായത് ജൂലൈയിൽ ഞാൻ ജനറേറ്റ് ചെയ്ത റവന്യൂ ആണ് ഈ കാണുന്നത്, ജസ്റ്റ് 5,000. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മന്ത് എൻ്റെ കൂടി എനിക്കൊരു പനി വന്നു, പിന്നെ അത് ത്രോട്ട് ഇൻഫെക്ഷൻ ആയി. അതെല്ലാം കഴിഞ്ഞ് റിക്കവർ ആയി വന്നപ്പോൾ ഫുഡ് പോയിസൺ അടിച്ചു. അങ്ങനെ ഈ മന്ത് ഫുൾ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ പ്രോജക്റ്റ് ഒന്നും കമ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല എന്റെ ഓൺഗോയിങ് പ്രോജക്റ്റ് എല്ലാം തന്നെ ഡെഡ്ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്രീലാൻസിങ് ഒരിക്കലും ഒരു ഫിക്സഡ് മന്ത്ലി ഇൻകം തരുന്ന ഒരു ഓപ്ഷൻ അല്ല. പക്ഷേ റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രീലാൻസിങ്. എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ ഓർക്കം ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതും ഈ സെയിം ലെവലിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പൊ കുറെ നാളായിട്ട് ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആ ഒരു ഫ്രണ്ടിന് ഈ റീൽ അയച്ചു കൊടുത്തിട്ട് പറയാ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. അപ്പൊ ഓക്കെ, ബൈ.